യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുദേവന്റെ 172ാമത് തിരുജയന്തി പൊന്നാനി SNDP യൂണിയൻ ഓഫീസ് സമുച്ചയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഡോക്ടർ പൽപു ഹാളിൽ വിവിധ പരിപാടികളോടെ നടന്നു. ജയന്തി ഘോഷയാത്ര, വനിതകളുടെ പഞ്ചവാദ്യം, ഗുരുധർമ്മ പ്രഭാഷണം, ജയന്തി സമ്മേളനം, പ്രതിഭകളെ ആദരിക്കൽ, ഗുരുദേവ കൃതികളുടെ പാരായണം, സമ്മാനദാനം, കലാപരിപാടികൾ എന്നിവ നടന്നു. വൈകിട്ട് നടന്ന ജയന്തി സമ്മേളനം KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. രവീന്ദ്രനാഥ ടാഗോർ ഞാൻ മനസ്സിലാക്കുന്നത് 1922 അദ്ദേഹത്തിൻ്റെ വിശ്വഭാരതി സർവകലാശാലയുടെ ധനശേഖരണാർത്ഥം അദ്ദേഹം ഗുരുദേവനെ കണ്ടത്. അദ്ദേഹം തിരുവിതാംകൂറിൽ വരികയും മഹാരാജാവിനെയും ബന്ധപ്പെട്ട പ്രമാണിമാരെയൊക്കെ കണ്ട് സംഭാവനകൾ അഭ്യർത്ഥിച്ച ആ ഒരു ഘട്ടത്തിൽ ഡോക്ടർ പൽപു ആണ് ഗുരുദേവനെ കാണാൻ അദ്ദേഹത്തെ ക്ഷണിച്ചത്. ആ കൂടിക്കാഴ്ചയിൽ കുമാരനാശാനായിരുന്നു ദ്വിഭാഷി എന്ന് ഞാൻ ഓർക്കുകയാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ ഒരു പ്രസ്താവനയാണ്, ഗുരുദേവൻ എന്താണ് എന്നുള്ളത് ലോകം മുഴുവൻ വിസ്മയത്തോടുകൂടി സമീപിക്കാനും ശ്രവിക്കാനും ഇടയാക്കിയ അനേകം സംഭവങ്ങളിൽ ഒന്ന് എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ടാഗോർ പറഞ്ഞത്. ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ആത്മീയ ആചാര്യനെ, കർമ്മയോഗിയെ, സന്യാസി വര്യനെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. ഈ രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്ന് ജ്വലിച്ചു നിൽക്കുന്ന ഈ ആത്മീയ നാളം ലോകത്തിനെമ്പാടും പ്രകാശം നൽകി ദീർഘകാലം നിലനിൽക്കുമെന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത്. ടാഗോറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കവിയായിരുന്നു, സാഹിത്യകാരനായിരുന്നു, വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു. അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവ്, സ്വാതന്ത്ര്യ സമര സേനാനി, ഒരു വിശ്വപൗരനായിരുന്നു. മഹാത്മാഗാന്ധി ആദ്യമായിട്ട് മഹാത്മാ എന്ന് വിളിച്ച ആളായിരുന്നു ടാഗോർ. അതുകൊണ്ട് ടാഗോറിന് ആരെയും വെറുതെ പുകഴ്ത്തേണ്ട, സ്തുതി പാടേണ്ട കാര്യമില്ലാത്ത, ലോകം ഗൗരവമായി എടുത്തിട്ടുള്ളൊരു മഹാപ്രതിഭയായിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത്, എൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ആത്മീയ ചൈതന്യമുള്ള ഒരു സന്യാസി വര്യനെ കണ്ടിട്ടില്ല എന്ന്. SNDP യോഗം പൊന്നാനി യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ PK ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. രഗിഷ മനോജ് മാങ്കാവ് ഗുരുധർമ്മ പ്രഭാഷണം നടത്തി. പൊന്നാനി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗദാമിനി ടീച്ചർ പ്രതിഭകളെ ആദരിച്ചു. VP ബാലസുബ്രഹ്മണ്യൻ ജയന്തി സന്ദേശം അറിയിച്ചു. VP ബാലസുബ്രഹ്മണ്യൻ, പങ്കജാക്ഷൻ, രവീന്ദ്രൻ കുറ്റിക്കാട്, സ്മിത പ്രദീപ്, സുശീല ഹരികുമാർ, കൃഷ്ണപ്രസാദ് വള്ളിക്കാട്ടിൽ, സഹദേവൻ VV, ഗംഗാധരൻ മാസ്റ്റർ, ഡോക്ടർ ജയരാജൻ, പ്രഭാകരൻ MV, ശിവാനന്ദൻ, ചന്ദ്രബോസ്, രാജൻ AP, ഗംഗാധരൻ വളവത്ത്, ഭാസ്കരൻ, ശശിധരൻ മുത്തേടത്ത്, ബാലകൃഷ്ണൻ MV തുടങ്ങിയവർ സംബന്ധിച്ചു. MV ബാലസുബ്രഹ്മണ്യൻ സ്വാഗതവും സോമസുന്ദരൻ കാക്കോള്ളിയിൽ നന്ദിയും പറഞ്ഞു.